ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ അടിസ്ഥാന പാഠാവലി വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്നലെ നടന്ന നിങ്ങളുടെ അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. വിദ്യകളെല്ലാം അഭ്യസിച്ച് സന്യാസം സ്വീകരിച്ച ശങ്കരാചാര്യർ കാശിയിലെത്തി. ഒരു ദിവസം ശിക്ഷിരത്തു മാധ്യാഹ്ന കർമ്മത്തിന് പോകുമ്പോൾ 4 നായ്ക്കളുമായി ഒരു ചണ്ടാളൻ എതിരെ വരുന്നത് കണ്ടു. ഉടനെ ശങ്കരാചാര്യർ മാറിപ്പോ എന്ന് ആക്രോശിച്ചു. ഈ ഗംഗാജലത്തിലും പുറത്തെ ചെളിക്കുണ്ടിലും നിഴലിക്കുന്നത് ഒരേ സൂര്യനാണല്ലോ. എൻ്റെ ശരീരത്തിലും അങ്ങയുടെ ശരീരത്തിലും ഒഴുകുന്നത് ഒരേ നിറമുള്ള ചോരയാണല്ലോ. പിന്നെന്തിനു മാറിപ്പോകണം എന്ന് ചണ്ടാളൻ തിരിച്ചു ചോദിച്ചു. ഇത് കേട്ട ശങ്കരാചാര്യർ ആ ചണ്ടാളന് മുന്നിൽ ശിരസ് കുനിച്ച് ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ വേഷപ്രജ്ഞനായി വന്ന ശിവനായിരുന്നത്തെ ആ ചണ്ടാളൻ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിദ്യകളെല്ലാം അഭ്യസിച്ച് സന്യാസം സ്വീകരിച്ച് ശങ്കരാചാര്യർ എത്തിച്ചേർന്നത് എവിടെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? അതെ, കാശിയിലാണല്ലേ. ആൻസർ എന്താണ്? കാശിയിൽ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. മാറിപ്പോ എന്ന് ശങ്കരാചാര്യർ ആക്രോശിച്ചത് ആരോടാണ്? അതെ, ചണ്ടാളനോടാണല്ലേ. ആൻസർ ചണ്ടാളനോട്. ദെൻ മൂന്നാമത്തെ ചോദ്യം. ചണ്ടാളനോടൊപ്പം ഉണ്ടായിരുന്നത് ആരാണ്? അതെ, നായ്ക്കളാണ്. ആൻസർ എന്താണ്? നായ്ക്കൾ. ദെൻ എന്തുകൊണ്ടായിരിക്കാം ശങ്കരാചാര്യർ ചണ്ടാളൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ്? അതെ, എന്താണ്? ചണ്ടാളൻ്റെ വാക്കുകളിലെ സന്ദേശം ഉൾക്കൊണ്ടിട്ടല്ലേ. ചണ്ടാളൻ്റെ വാക്കുകളിലെ സന്ദേശം ഉൾക്കൊണ്ടിട്ട്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം. ഈ ഗംഗാജലത്തിനും പുറത്തെ ചെളിക്കുണ്ടിലും നിഴലിക്കുന്നത് ഒരേ സൂര്യനാണല്ലോ. ഇത് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അതായത് പ്രപഞ്ച തേജസ് എല്ലാവരിലും ഒരുപോലെയാണ്. ആൻസർ എന്താണ്? പ്രപഞ്ച തേജസ് എല്ലാവരിലും ഒരുപോലെയാണ്. ഓക്കെ, ദെൻ പ്രവർത്തനം 2 നോക്കാം. പ്രവർത്തനം 2 വാഗ്മയ ചിത്രമാണ്. ആരുടേതാണ്? നോക്കൂ. വലതു കൈയിൽ സന്തത സഹചാരിയായ മുളവടി, ഇടതു കൈയിൽ ഒരു കൊച്ചു ഭാണ്ഡം, ഉടുവസ്ത്രമായി സുപരിചിതമായ ഒറ്റമുണ്ട്, ചുണ്ടിൽ നനുത്ത പുഞ്ചിരി, കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിൻ്റെ ജ്വലനം, അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗത്തിലെ ഗാന്ധിജിയുടെ ഒരു വാഗ്മയ ചിത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെയോ ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കുക. എളുപ്പമല്ലേ? കൂടുതൽ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. ലോലം എന്നതിനു പകരം പദം ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എന്താണ്? ലോലം എന്നതിന് പകരം പദം ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഏതാണ്? അതെ, മൃദു ആണല്ലേ. ആൻസർ എന്താണ്? മൃദു. ദെൻ പ്രവർത്തനം 3 അഭിപ്രായക്കുറിപ്പാണ്. കണ്ണിലെ സൂര്യൻ. ഋഷികേശൻ PBയുടെ കണ്ണിലെ സൂര്യൻ എന്ന കവിതാഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. കൂട്ടുകാർ കവിത വായിച്ചു നോക്കിയല്ലോ. ഇത്തരം കാഴ്ചകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? തള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചതല്ലേ. സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന, പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തെയാണല്ലോ നാം അവിടെ കാണുന്നത്. കവിതയിലെ ആശയവും പാഠഭാഗത്തെ ആശയവും പരിഗണിച്ച് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അഭിപ്രായക്കുറിപ്പിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? അതെ, പ്രശ്നത്തിൻ്റെ വിവിധ വശങ്ങൾ നന്നായി വിശകലനം ചെയ്ത് അഭിപ്രായം പ്രകടിപ്പിച്ച് എഴുതണം. അതുപോലെ തന്നെ സ്വാഭിപ്രായം, അതായത് കൂട്ടുകാരുടേതായ അഭിപ്രായം കൂടി ഇതിൽ എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ സംക്ഷിപ്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടാകണം. ദെൻ അക്ഷരത്തെറ്റില്ലാതെ ചിഹ്നം പാലിച്ചിട്ട് എഴുതിയിട്ടുമുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്ന് വിളിക്കുന്നത് ആരെയാണ്? അതെ, നമുക്കറിയാം ആരെയാണ്. അതെ, ബാലാമണിയമ്മയാണല്ലേ. ആൻസർ ആരെന്താണ്? ബാലാമണിയമ്മ. ഓക്കെ, ദെൻ പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ്. അച്ഛൻ മൊട്ടക്കുന്ന് വിലയ്ക്ക് മേടിച്ചത് ഉതിർന്നു കിടന്ന ചരൽക്കല്ല് നീക്കി ഒന്ന് കിളപ്പിച്ചത്, തൈക്കുണ്ടുകൾ കുഴിച്ചത്, മുറ്റത്തെ തെങ്ങിൽ നിറഞ്ഞു മുറ്റിയ കുലകൾ നോക്കി മെല്ലെ മിഴികൾ താഴ്ത്തി പതുക്കെ ചുമര് പിടിച്ച് അകത്ത മുറിയിലേക്ക് കയറിപ്പോയത്. അക്കമ്മ എന്ന പാഠഭാഗം ഓർമ്മയില്ലേ? തന്നിരിക്കുന്ന കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കർഷകൻ. P. മധുസൂദനൻ്റെ കർഷകൻ എന്ന കവിതയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക? കവിതാഭാഗം നന്നായി വായിച്ചു നോക്കുക, ആശയം മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ്? ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ആദ്യം എന്താണ്? ആശയങ്ങൾ സാംശീകരിച്ച് എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ കവിതയുടെ ഘടന, പ്രയോഗ, സവിശേഷ പ്രയോഗങ്ങൾ, ശൈലി എന്നിവ നമ്മൾ പ്രത്യേകിച്ച് എഴുതണം. അതുപോലെ നിങ്ങളുടെ സ്വന്തം നിലപാടുകളും നിരീക്ഷണങ്ങളും ഉദാഹരണങ്ങളും എഴുതിയിട്ടുണ്ടാകണം.
ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂട്ടുകാർ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് നോക്കൂ. സാർത്ഥകം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അതെ, അർത്ഥത്തോടു കൂടിയത്. എന്താണ്? അർത്ഥത്തോടു കൂടിയത്. ആൻസർ അർത്ഥത്തോടു കൂടിയത്. പ്രവർത്തനം 5 വിശകലനക്കുറിപ്പ്. എന്താ ഉണ്ണി ഷർട്ട് മുഴുവൻ ചളിയാക്കി കൊണ്ടുവന്നിരിക്കുക? മുറ്റത്തെ ചളി മുഴുവൻ വീടിനകത്താക്കുമല്ലോ ഈ ചെക്കൻ. പനി പിടിക്കും മോളെ, മഴയത്ത് നിന്ന് കയറി വാ. മുതിർന്നവർ കുട്ടികളോട് പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണല്ലോ ഇവ. ചുവടെ തന്നിരിക്കുന്ന വരികൾ ശ്രദ്ധിക്കൂ. ഇച്ചയാ നമ്മൾക്ക് കൂത്താടാനല്ലെങ്കിൽ ലിച്ചളയുണ്ടായതെന്തിനാവോ? ബാലലീല. വരികളും മുകളിലെ പരാമർശങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. അതായത് വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ എന്തൊക്കെ എഴുതണം? ആദ്യ പ്രശ്നത്തിലെ അതായത് ഈ സന്ദർഭത്തിൻ്റെ വിശകലനം ചെയ്ത പ്രസക്തമായ ആശയങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ വിശകലനം ശക്തിയുക്തം അവതരിപ്പിക്കുന്നതിനിണങ്ങിയ ഭാഷ വേണം. അതുപോലെ സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും വ്യക്തമാക്കിയിട്ടുണ്ടാകണം. അതുപോലെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടാകണം. സ്വന്തം നിലപാട് യുക്തിപൂർവ്വം സമർപ്പിച്ചിട്ടുണ്ടാകണം. നമുക്ക് എന്ത് ചെയ്യാം? പ്രവർത്തനം 6 നോക്കാം. പ്രതികരണക്കുറിപ്പാണ്. ഒരു ചെടിയും നട്ടുവളർത്തി ലോണപ്പൂവെങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ച് ലോണച്ചോറെങ്ങനെയുണ്ണാൻ. കവി നമ്മുടെ നാടിൻ്റെ അവസ്ഥയെ ഇങ്ങനെയാണ് വരച്ച് കാണിക്കുന്നത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? പ്രതികരണക്കുറിപ്പിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം? അതെ, പ്രശ്നത്തിൻ്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്ത് പ്രതികരണം തയ്യാറാക്കി എഴുതിയിട്ടുണ്ടാകണം. അതുപോലത്തെ പ്രശ്നത്തോടുള്ള തങ്ങളുടെ, അതായത് നിങ്ങളുടെ നിലപാട് യുക്തിസഹമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടാവണം. അതായത് നിങ്ങൾക്ക് ഈ പ്രശ്നത്തോടുള്ള സ്വന്തം അഭിപ്രായം, അതായത് നിലപാട് എന്താണെന്ന് നിങ്ങൾ ഈ പ്രതികരണക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടാകണം. അക്ഷരത്തെറ്റില്ലാതെ ചിഹ്നങ്ങളൊക്കെ പാലിച്ച് കൂട്ടുകാർ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.